നമസ്കാരം, മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോ നീഡ് ടു വറി എന്നാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കാർഡ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ്. വെയിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാർഡൂടെ നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിട്ടുണ്ട്. റൊമാൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയ ഏഞ്ചൽസ് കാർഡാണ്, യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ഒരു മെസ്സേജാണ്. എനിക്കിന്ന് 4 കാർഡാണ് കിട്ടിയത്. അതിനകത്ത് ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നോ നീഡ് ടു വറി. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ക്ഷമ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, നിങ്ങൾക്കൊരു ആശയവിനിമയം നടത്താനായിട്ടുള്ളൊരു സാഹചര്യം ഏഞ്ചൽസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൊമാൻസ് എന്ന കാർഡാണ്, നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന ഒരു മറുപടി. നിങ്ങൾ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ നിങ്ങളൊരു തകർച്ചയുടെ വക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമ നിങ്ങൾ കാണിക്കുക. നിങ്ങൾ അതേ ആലോചിച്ച് ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മുമ്പിൽ ഒരു ആശയവിനിമയം നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ഒരു മാനസിക വിഷമം മാറാനുമുള്ളൊരു സാഹചര്യം ഏഞ്ചൽസ് ഉണ്ടാക്കും. അതുവഴി നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമ കാണിക്കുക. ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ഒരു മെസ്സേജ് എന്ന് പറയുന്നത്.